ഫസ്റ്റ് കാണാൻ പറ്റിയോണ്ട് നല്ല ഭാഗ്യമായിട്ട് കരുതുന്നു. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമൂന്നന്റെ വേറെ ലെവൽ അഭിനയമാണ് കാണിച്ചെത്തിയിരിക്കുന്നത്. കില്ലെന്നൊന്നും അല്ല, ഭയങ്കര വയലൻസ്. പിന്നെ ജഗദീഷിൻ്റെത് ഹൈപ്പിനൊത്തുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ബാക്കി കുഴപ്പമില്ല, നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തൊരു നായകന്റെ ഇതല്ലേ, അപ്പൊ പിന്നെ അവരെ വെറുതെ വിട്ടേക്കാം, അവരങ്ങ് വെറുതെ വിട്ടേക്കാം. ആ പരിപാടി ഈ സിനിമയ്ക്കകത്തില്ല. നായകനെ വില്ലനാകുന്നില്ല, അടി 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 അടി. അതാണ് നമ്മുടെ സിനിമ എന്ന് വെച്ചാൽ അടിപൊളി പടമാണ്. ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയത് നല്ല ഭാഗ്യമായിട്ട് കരുതുന്നു. എന്ന് വെച്ചാൽ നാളെ തൊട്ട് സീൻസ് ഒന്ന് ഓൾമോസ്റ്റ് 5 സീൻസ് ഒക്കെ കട്ടാണെന്നാണ് പറയണത്. ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയോണ്ട് നല്ല ഭാഗ്യമായിട്ട് കരുതുന്നു. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമൂന്നന്റെ വേറെ ലെവൽ അഭിനയമാണ് കാണിച്ചെത്തിയിരിക്കുന്നത്. തിയേറ്റർ കത്തിക്കാനുള്ള വകയുണ്ട്. അതുകൊണ്ട് ക്രിസ്മസ് തൂക്കി തന്നെ പറയണം. വേറൊരു പടം ഇല്ല, എന്നാലും വേറെ ലെവൽ. എങ്ങനെയുണ്ട്? ചോരപ്പുഴയും ബഹളമായിരിക്കും. അവസാനം പിന്നെ ഇമോഷണൽ ട്രാക്കിൽ പോയിട്ട് പിന്നെ ഇതുണ്ട്. വേറെ പടം നല്ല പടം. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് നല്ല സ്പീഡിൽ പോയി. എങ്ങനെയുണ്ട് പടം? സെക്കൻഡ് ഹാഫ് തന്നെ സ്കോർ ചെയ്തു. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ലായിരുന്നു. നമ്മുടെ കില്ലിനെ കടത്തി വെട്ടിയെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അങ്ങനെ തോന്നിയാ? കില്ലിനെക്കാട്ടും നല്ല വയലൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര ബ്രൂട്ടലായിരുന്നു. വാസ് ഗുഡ്. നല്ല മേക്കിംഗ് ആയിരുന്നു. കിടിലൻ പടം ചേട്ടാ, സൂപ്പർ പടം. കിടിലൻ മേക്കിംഗ്, നല്ല വയലൻസ് ഉള്ള പടമാണ്. പക്ഷേ ടാലന്റ് എന്തോ ആക്ഷൻ ഭയങ്കര വയലൻസ്, ഭീകര വയലൻസ്. ഉണ്ണിമൂന്നൻ അടിപൊളി കിടിലൻ ഫൈറ്റ് ബോഡി. നമ്മളെ കില്ലിനെയൊക്കെ കടത്തി വെട്ടി പോകും. കില്ലെന്നൊന്നും അല്ല, ഭയങ്കര വയലൻസ്. പടം കൊള്ളാം. ക്ലൈമാക്സ് ഒക്കെയാണ് ഫുള്ള് ഇതായിട്ടിരിക്കുന്നത്. ഇതുവരെ കാണാത്തൊരു നല്ല വയലൻസ് ക്ലൈമാക്സ് ആണ്. ബാക്കി ഫസ്റ്റ് ഹാഫ് ഒക്കെ ബിൽഡപ്പ് ആണ്. ഫുള്ള് ഒരു നല്ല ബിൽഡപ്പ് എടുത്തിട്ട് സെക്കൻഡ് ഹാഫാണ് കുറച്ച് എൻഗേജിങ് ആയി തുടങ്ങുന്നത്. പിന്നെ ജഗദീഷിൻ്റെത് ഹൈപ്പിനൊത്തുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ബാക്കി കുഴപ്പമില്ല, നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തൊരു മോസ്റ്റ് വയലൻസ് സിനിമ തന്നെയാണ്. അല്ല, എനിക്ക് സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ നമ്മുടെ ഒരു വില്ലൻ വരുന്നുണ്ടല്ലോ, അപ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞ ഒരു തരിപ്പാണ് വന്നത്. കാരണം നമുക്ക് എന്താ ചെയ്യണമെന്ന് പറ്റില്ല അത് കാണുന്ന. കാരണം അത്രയും ബ്രൂട്ടലായിട്ടുള്ള സീനുകൾ ഈ സിനിമയിലുണ്ട്. ഇങ്ങനത്തെ ഒരു കഥയാണ്. കാരണം ഇത് അതിൻ്റെ ഇടയിൽ നിങ്ങൾ വെറുതെ കാരണം ഒത്തിരി സിനിമകൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അയ്യോ, നായകന്റെ ഇതല്ലേ, അപ്പൊ പിന്നെ അവരെ വെറുതെ വിട്ടേക്കാം, അവരങ്ങ് വെറുതെ വിട്ടേക്കാം. ആ പരിപാടി ഈ സിനിമയ്ക്കകത്തില്ല. നായകനെ വില്ലനാകുന്നില്ല, അടി 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 അടി. ഇതില് ബ്രൂട്ടൽ സീൻസ് ഒക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ബോയ്സ് ആയിരിക്കുന്നത് അവരൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. കാരണം അത്ര രീതിയിൽ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള. അതെ, അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ള ഒരു ഫൈറ്റാണ്. അതാണ് നമ്മുടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫൈറ്റ് തന്നെയാണ്. നമുക്കൊരു അഡ്രിനാലിൻ റഷ് കിട്ടുന്നത്. നമുക്കൊക്കെ സീറ്റിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ ചില സിനിമകളും കാണുമ്പോഴല്ലേ നമ്മളിങ്ങനെ വന്ന് കയറിയിട്ട് ആ ഒരു സംഭവം എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയായിരുന്നു ക്ലൈമാക്സ് ഫൈറ്റിന് തൊട്ട് മുമ്പായിട്ട്. ഒരു രക്ഷയില്ല ബ്രോ, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, അത്രേ പറയാനുള്ളൂ. എല്ലാവരും വന്ന് എൻജോയ് ചെയ്ത് കാണാം. ഈ അവര് പറഞ്ഞ പോലെ ചോരപ്പുഴയും ബഹളം തന്നെയാണ്. എല്ലാം അതാണ്. കില്ലിനെ കാട്ടിയും കിടിലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് ഒരു രക്ഷയില്ല. സ്വാഗ്. ചോരപ്പുഴ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴാണ് ചോരപ്പുഴയുടെ അങ്ങേയറ്റമാണ്. നമുക്ക് എനിക്കൊരു മലയാളത്തിൽ ഇങ്ങനെ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് വേറെ വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ എടുത്ത് പറയുന്നത് ജഗദീഷിന്റെ ക്യാരക്ടർ അത് ഡിസപ്പോയിന്റിങ് ആണ്. കാരണം അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞ അതൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ അദ്ദേഹത്തിന് അല്ലാതെ വേറെ ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ട്, അദ്ദേഹമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നിയത്. ക്ലൈമാക്സ് എത്തുമ്പോൾ അമ്മാതിരി കിടിലൻ ഇതുണ്ട്. ഉണ്ണിമൂന്നന്റെ സ്വാഗൊക്കെ എങ്ങനെ? അത് കിടില എടുത്ത് പറയണം. ഉണ്ണിമൂന്നന്റെ പ്ലസ് രവി ബസ്റൂറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും രണ്ടുപേരും വന്ന് വേറെ ലെവൽ ചെയ്തിട്ടുണ്ട്. ഒന്നും ഇല്ലാത്ത സീനി വരെ ഉണ്ണിമൂന്ന് ഭയങ്കര വന്ന് നിന്നാൽ തന്നെ നമുക്കൊരു കാണുമ്പോൾ ഒരു രവി ബസ്റൂറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കിടിലായിരുന്നു. ഇതൊരു കില്ല് കടത്തി വെട്ടുന്ന സാധനം തന്നെയാണ്. കില്ല് കടത്തി വെട്ടണത് എന്നാലും വയലൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് കില്ലിനെ അനിമലിനെ കാട്ടിയൊക്കെ ഇന്ത്യൻ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടില്ല. അനിമല് അതാ ഇമ്പാക്ട് ഉള്ളതാണ്, കുറച്ചും കൂടെ ഇമ്പാക്ട്. കാരണം അനിമൽ ഇത്രയും ലെങ്ത് ഉള്ള പടമായിട്ട് പോലും നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് തോന്നി. ഇതങ്ങനെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ ആണ്, അങ്ങനെ ഫീൽ ചെയ്തു.